ഒരു ബേക്കറിയിലേക്കോ സൂപ്പർ മാർക്കറ്റിലേക്കോ ചെല്ലുകയാണ്. അവിടെ 2 ബ്രാൻഡഡ് ഹൽവ കാണുകയാണ്. ഒന്ന് പ്രീമിയം ഹാൻഡ് മെയ്ഡ് ഹൽവ 250 രൂപ. മറ്റൊന്ന് കോഴിക്കോടൻ ഹൽവ, അതും 250 രൂപ. ഏതായിരിക്കും ഒരു വ്യക്തി സാധാരണഗതിയിൽ സെലക്ട് ചെയ്യുന്നത്? പലരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു പുറമേയുള്ള വിദേശ രാജ്യത്ത് താമസിക്കുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പുറം നാട്ടിൽ താമസിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവന്റെ നൊസ്റ്റാൾജി അവിടെ വർക്കാവും. അങ്ങനെ സെലക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് കോഴിക്കോടൻ ഹൽവ ആയിരിക്കും. കാരണം ഒരു ലൊക്കേഷനുമായി കണക്ട് ചെയ്യുന്ന കാരണം അവർക്ക് പരിചയമുള്ള ഒരു ലൊക്കേഷനുമായി കണക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ലെവലിൽ കോഴിക്കോടൻ ഹൽവ ആയിരിക്കാം ഒരുപക്ഷെ സെലക്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ പൊതുവെ മലയാളികൾക്ക് നൊസ്റ്റാൾജിയ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബ്രാൻഡുകൾ പൊതുവെ ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് കൂടി വരുന്നുണ്ട്. ഇന്ന് പലരും ബ്രാൻഡ് ചെയ്യുന്ന സമയത്തും അത്തരത്തിൽ സ്ഥലങ്ങളുമായി അസോസിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അത് ബ്രാൻഡ് ചെയ്യാറുമുണ്ട്. ഇതിന്റെ പുറകിലെ സൈക്കോളജി എന്താണ്, ഇതിന്റെ പുറകിലുള്ള ലീഗൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, ഇതിന്റെ പ്രോസും കോൺസും എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, നമസ്കാരം. നമസ്കാരം. ജീവൻ, നമുക്ക് ആദ്യം ഇതിന്റെ സൈക്കോളജിയിൽ തുടങ്ങാം. എന്തുകൊണ്ടായിരിക്കും പൊതുവെ ആൾക്കാർ ഇത്തരത്തിൽ ഒരു നൊസ്റ്റാൾജിയെ പിടിച്ച് കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറകിലുള്ള ആ ഒരു സൈക്കോളജി, മനഃശാസ്ത്രം എന്താണ്? നമുക്ക് ഈ നമ്മുടെ ബ്രെയിൻ പലപ്പോഴും ഈ ഒരു പ്രൊഡക്റ്റിനേക്കാളും ഒരു ജിയോഗ്രഫിനെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് കാണിക്കും. അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ, ഒരു വ്യക്തിയേക്കാളും ഒരു കൂട്ടം ആൾക്കാർ നമ്മൾ വിശ്വസിക്കുന്ന പോലെ ഒരു പ്രൊഡക്റ്റിനേക്കാളും ആ ഒരു സ്ഥലത്തെ ആ ഒരു ജിയോഗ്രഫിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ കോഴിക്കോട് ഹൽവ വാങ്ങിക്കുമ്പം നമ്മൾ ആ പ്രൊഡക്റ്റ് മാത്രമല്ല വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്ഥലം മാത്രമല്ല വാങ്ങിക്കുന്നത്, ആ സ്ഥലത്തിന് പുറകിലുള്ള ചരിത്രമാണ്, അതിന് പുറകിലുള്ള സംസ്കാരമുണ്ട്, അതിൻ്റെ പുറകിലുള്ള ജനറേഷൻസ് ആയിട്ടുള്ള അവരുടെ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഉണ്ട്, നമുക്ക് ആ സ്ഥലത്തുള്ള മെമ്മറീസ് ഉണ്ട്. ഇപ്പം നമ്മൾ കോഴിക്കോട് ഹൽവ തന്നെ നമ്മൾ മിഠായിത്തെരുവിൽ പോയി വാങ്ങിക്കുമ്പോൾ മിഠായിത്തെരുവിലെ ഹൽവ നമുക്ക് കുറച്ചും കൂടി സ്പെഷ്യലാണ്. അപ്പം ആ ലൊക്കേഷൻ അകത്ത് മറ്റൊരു ലൊക്കേഷൻ നമ്മൾ കുറേ കൂടി ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു ഷോർട്ട് കട്ടാണ് ശരിക്കും. അതായത് നമ്മൾ പലപ്പോഴും ബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു അൺസർട്ടനിറ്റിനെ റെഡ്യൂസ് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഒരാൾക്കൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള അൺസർട്ടനിറ്റിനെ റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ ജിയോഗ്രഫി ഉപയോഗിച്ച് അൺസർട്ടനിറ്റിനെ നമ്മൾ ഒന്ന് ഷോർട്ട് കട്ടിലൂടെ ടാപ്പ് ചെയ്യുന്ന പരിപാടിയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പം കൊച്ചി മാരിയോട്ടിൽ ഒരു പ്രോഗ്രാം വെക്കുന്നതും അതിനപ്പുറത്ത് മറ്റൊരു ഹോട്ടലിൽ വെച്ചാലും ചിലപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ മാരിയോട്ടിൽ വെക്കാനുള്ള കാര്യം നമ്മൾ ആ മാരിയോട്ടിന്റെ ബ്രാൻഡ് വാല്യൂ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണ്. അപ്പൊ അത് നമ്മളൊരു അൺസർട്ടനിറ്റി കുറയ്ക്കും. അതുപോലെ ഈ ജിയോ ലൊക്കേഷന്റെ ഒരു ക്രെഡിബിലിറ്റി നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. ഇതൊരു കോ ബ്രാൻഡിങ് ഒക്കെ പോലത്തെ ഒരു പരിപാടിയാണ് ഈ ജിയോഗ്രഫി ഉപയോഗിച്ച് നമ്മൾ പ്രൊഡക്റ്റിനെ ബ്രാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു പരിപാടി. അതായത് ഇപ്പം മെയ്ഡ് ഇൻ ഇറ്റലി എന്ന് പറയുന്നത് മെയ്ഡ് ഇൻ കാഞ്ഞങ്ങാട് എന്ന് പറയുന്നത് ഡിഫറൻസ് ഡെഫിനറ്റ്ലി മലയാളികളെ സംബന്ധിച്ചിടത്തോളം മെയ്ഡ് ഇൻ ഇറ്റലി എന്ന് പറയുമ്പോൾ അത് ഒരു മഹാസംഭവം എന്ന് വിചാരിച്ചിട്ട് അവർ വാങ്ങും. പക്ഷേ മെയ്ഡ് ഇൻ കാഞ്ഞങ്ങാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ വിദേശികളായിരിക്കാം, അല്ലെങ്കിൽ പുറമേ താമസിക്കുന്ന കാഞ്ഞങ്ങാടിൽ താമസിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്വദേശം കാഞ്ഞങ്ങാടായിട്ടുള്ള ആൾക്കാരായിരിക്കും ഒരുപക്ഷെ സെലക്ട് ചെയ്യുന്നത് അവരുടെ പ്രൊഡക്റ്റ് അനുസരിച്ചിരിക്കും. ഇപ്പം കാഞ്ഞങ്ങാടുള്ള ഒരു അച്ചാർ, ഒതന്റിക് ട്രഡീഷണൽ കാഞ്ഞങ്ങാടൻ അച്ചാറും ഇറ്റാലിയൻ അച്ചാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാഞ്ഞങ്ങാടൻ അച്ചാറ് വാങ്ങിക്കുള്ളൂ. അതേസമയം നമ്മൾ മെയ്ഡ് ഇൻ ഇറ്റലി ആയിട്ടുള്ള മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങിക്കും, മെയ്ഡ് ഇൻ ഇറ്റലി ആയിട്ടുള്ള മെയ്ഡ് ഇൻ കാഞ്ഞങ്ങാടായിട്ടുള്ള മൊബൈൽ ഫോൺ ചിലപ്പോൾ വാങ്ങിച്ചില്ല എന്ന് വരും. അപ്പം നമ്മൾ ഈ പ്രൊഡക്റ്റും അതായത് ആ സ്ഥലവുമായിട്ട് ചരിത്രം, ഇപ്പൊ നമ്മളവിടുത്തെ ചരിത്രമൊക്കെ ആയിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റണം നമുക്ക് ഈ പ്രൊഡക്റ്റിന്. അതെ, അതായത് ചിലർ കമ്പനി ഫോം ചെയ്യുന്ന വരുന്ന സമയത്ത് അവര് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് നമുക്ക് കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. കാരണം അവിടെ ഓപ്പറേഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല, പക്ഷെ അവിടെ ഒരു ഓഫീസ് എടുത്ത്, ഒരു വെർച്വൽ ഓഫീസ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനി എന്ന് പറയുന്ന സമയത്ത് ആൾക്കാരുടെ മനസ്സിലെ പെർസെപ്ഷൻ അങ്ങ് മാറി. റൈറ്റ്, അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തൃശ്ശൂർ ബേസ് ചെയ്തൊരു കമ്പനി എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ക്രെഡിബിലിറ്റി അവിടെ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ഈ പറയുന്ന ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ജിയോഗ്രാഫിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവൻ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പം FMCG കാറ്റഗറിയിലെ ബ്രാൻഡിങ്ങിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജിയോഗ്രാഫി അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ കൂടുതലും ആൾക്കാർ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ കണക്ട് ആവുന്നത് പ്രവാസി മലയാളികൾക്കായിരിക്കാം. ഒരുപക്ഷെ അവിടെയുള്ളവർക്കാണ് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ നൊസ്റ്റാൾജിയ കൂടുതൽ വരുന്നത്. ഇപ്പം സാധാരണ ഒരു റൈസും പാലക്കാടൻ റൈസ് അല്ലെങ്കിൽ വയനാടൻ റൈസും അത്തരത്തിലൊരു ബ്രാൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാട്ടിലത്തെ ഒരു റൈസ് എന്ന് പറയുന്ന ലെവലിൽ പാലക്കാടൻ അല്ലെങ്കിൽ വയനാടൻ റൈസ് ആയിരിക്കും ആൾക്കാർ കൂടുതലായിട്ട് സെലക്ട് ചെയ്യുന്നത്. കുട്ടനാടൻ റൈസ് ആയിരിക്കും ഒരുപക്ഷെ ആൾക്കാർ കൂടുതലായിട്ടും സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത്
എത്രത്തോളം സാധ്യതകളുണ്ട് ഇത്തരത്തിലുള്ള ഒരു കൈൻഡ് ഓഫ് ലോക്കൽ ബ്രാൻഡിങ്ങിന് എത്രത്തോളം സാധ്യതകൾ ഈ എക്സ്പോർട്ടിംഗ് മേഖലയിലുണ്ട്? നമുക്കറിയാം ഈ മലയാളികൾക്ക് നൊസ്റ്റാൾജിയുടെ അസുഖം കൂടുതലാണ്. നമ്മൾ ഇപ്പം ദുബായിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ഒക്കെയുള്ള മലയാളികളെ നോക്കിക്കഴിഞ്ഞാൽ അവർ നാട്ടിലുള്ള കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആണ്. നാട്ടിലെ ന്യൂസ് അറിയാൻ അവർക്ക് ഇഷ്ടമാണ്. നാട്ടിലെ എല്ലാ പരിപാടിക്കും അവർ പിരിവ് വരെ തരും. ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. എല്ലാത്തിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, നാട്ടിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. പക്ഷെ നാട്ടിലൊന്നും ഇതൊന്നും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം അവർ അവിടെ ഇരിക്കുമ്പോൾ ഈ അക്കരെ പച്ച പോലെ ഇവിടെ ഭയങ്കര നൊസ്റ്റാൾജിയാണ് അവർക്ക്. അപ്പം നമുക്കിപ്പം ഏതൊരു മലയാളിയോട് ചോദിച്ചാലും അവർക്ക് എൻ്റെ ഗ്രാമം, എൻ്റെ അമ്മയുടെ വീട്, എൻ്റെ ഹോം ടൗൺ, എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ വീട്, ഇതൊക്കെ അവർക്ക് ഒരു നൊസ്റ്റാൾജി തന്നെയാണ്. അപ്പം ഇപ്പൊ ദുബായിൽ ജീവിക്കുന്ന ഒരാൾ നമ്മൾ കുട്ടനാടൻ റൈസിനെ കുറിച്ച് പറയുന്ന സമയത്ത് കുട്ടനാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിലേക്ക് മലയാളത്തിന്റെ ഒരു നൊസ്റ്റാൾജിയ വരുന്നുണ്ട്. അതൊരു ഇമോഷണൽ ട്രിഗറാണ്. അപ്പൊ ഇത്തരത്തില് ആ ഒരു ഇമോഷണൽ ട്രിഗർ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ഭയങ്കര രസമാണ്. ഇപ്പം നമ്മുടെ ഫുൽവ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമുക്കറിയാം. അപ്പൊ അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ നൊസ്റ്റാൾജിയനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം അവർ കോഴിക്കോട് ഹൽവ തന്നെയാണ് സെല് ചെയ്യുന്നത്, പക്ഷെ അവർ പാക്കറ്റൊക്കെ ഭയങ്കര പ്രീമിയമാണ്. അപ്പം അവർ മാംഗോ ഫ്ലേവർ ഉള്ള ഒരു ഹൽവ ഇറക്കുന്ന സമയത്ത് അവർ ഇതിന് മാമ്പഴക്കാലം എന്നാണ് പേരിട്ടേക്കുന്നത്. അപ്പൊ നമുക്കൊക്കെ ഒരു മാമ്പഴക്കാലം ഉണ്ടായിരുന്നു. നമ്മൾ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ മാവിന്റെ ചോട്ടിലൊക്കെ പോയിരുന്നു മാങ്ങയൊക്കെ പെറുക്കി. അതൊരു ഭയങ്കര വൈബാണ്. അപ്പൊ ആ വൈബ് അല്ലെങ്കിൽ ആ ഓർമ്മകളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. അപ്പൊ അവരെ പാക്കറ്റ് തുറക്കുമ്പോൾ തന്നെ അതിനകത്ത് ഇതിന്റെ പഴയ ഗ്രാഫിക്സുകളും ഒക്കെ ഉണ്ട്. ഇതൊന്നും പോയാണ്ട് ഒരു പഴയ ബാലരമയും ബാലഭൂമിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ മാങ്ങ വീഴുന്ന നോക്കി താഴെ ബാലഭൂമിയൊക്കെ വായിച്ചിരുന്നൊരു കാലമുണ്ട്. അപ്പൊ അത്തരം ഒരു കാലത്തിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോകാൻ അവരെ പാക്കറ്റിനും കാര്യങ്ങൾക്ക് അത് പ്രീമിയം ആയിട്ട് പിച്ച് ചെയ്യാനൊക്കെ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ മുമ്പും ഈ നൊസ്റ്റാൾജിക് ബ്രാൻഡിങ്ങിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പം ഹാരി പോട്ടർ, അതുപോലെ തന്നെ നമ്മൾ കിൻഡർ ജോയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം അത്തരത്തിൽ പല കമ്പനികളും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഹോട്ട് വീൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അതൊരു നൊസ്റ്റാൾജിയുടെ ഒരു ഇത് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഈ നൊസ്റ്റാൾജിക് ബ്രാൻഡിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എസ്പെഷ്യലി ഒരു സ്ഥലവുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ഒരു ക്രെഡിബിലിറ്റി കൂടി ഉണ്ടാക്കുന്ന, ഒരു അൺസർട്ടനിറ്റി കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് നല്ലൊരു സാധ്യത ഉള്ളതാണ്. ബ്രാൻഡിംഗിൽ യൂസ് ചെയ്യുന്ന ഈ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ജിയോഗ്രഫി എന്ന് പറയുന്നത് നൊസ്റ്റാൾജിക് ബ്രാൻഡിങ്ങിന്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുകയാണ്, മീൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സാധാരണ പെപ്പറും വയനാടൻ പെപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പെർസെപ്ഷൻ അങ്ങ് മാറിക്കഴിഞ്ഞു. അപ്പോൾ സാധാരണ ടീയും മൂന്നാർ ടീയും വലിയ ഡിഫറൻസ് ഉണ്ടാവും അത് ബ്രാൻഡ് ചെയ്യുന്ന സമയത്ത്. സാധാരണ റൈസും പാലക്കാടൻ റൈസും ഡിഫറൻസ് ഉണ്ടാവും. അപ്പം പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിന്റെ ലീഗൽ ആസ്പെക്ട്സ് കൂടിയുണ്ട്. ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, GI എന്ന് പറയും, GI ടാഗ് എന്ന് പറയും. നമുക്ക് എല്ലാ പ്രോഡക്ട്സും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലവുമായി അസോസിയേറ്റ് ചെയ്തിട്ട് അത് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പം ഇവിടെ കുത്താമ്പുള്ളി സാരി, കുത്താമ്പുള്ളി വസ്ത്രങ്ങള്, കുത്താമ്പുള്ളി വസ്ത്രങ്ങള് അതൊരു GI ആണ്, ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്താമ്പുള്ളി എന്ന് പറയുന്ന ഗ്രാമത്തില് സർട്ടൻ മെത്തേഡ് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിന് മാത്രമേ കുത്താമ്പുള്ളി സാരി അല്ലെങ്കിൽ കുത്താമ്പുള്ളി വസ്ത്രം എന്ന് പറയുന്ന പേരിടാനായിട്ട് കഴിയത്തുള്ളൂ, ബ്രാൻഡ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ആറന്മുള കണ്ണാടി, ആറന്മുളയില് സെപ്പറേറ്റ് അവരുടേതായിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ആ കണ്ണാടിക്ക് മാത്രമേ ആറന്മുള കണ്ണാടി എന്ന് പേരിടാൻ കഴിയത്തുള്ളൂ. ഏതെങ്കിലും ഒരു നാട്ടിൽ എങ്ങനെയെങ്കിലും ഒരു കണ്ണാടി ഉണ്ടാക്കിയിട്ട് അതിന് ആറന്മുള കണ്ണാടി എന്ന് പറയുന്ന ബ്രാൻഡ് ചെയ്തിട്ട് വിറ്റ് കഴിഞ്ഞാൽ അത് നിയമലംഘനം. അതുപോലെ പാലക്കാടൻ മട്ട, അതൊരു GI ആണ്. ഇപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് റൈസ് ഉൽപ്പാദിപ്പിച്ചിട്ട് അതിന് പാലക്കാടൻ മട്ട എന്ന് പറയുന്ന പേര് വെച്ചിട്ട് നിങ്ങൾക്ക് വിൽക്കാനായിട്ട് കഴിയത്തില്ല. സോ ഇത്തരത്തിൽ കേരളത്തില് കുറച്ചധികം ഇപ്പം നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് കണ്ടിരുന്നു പെപ്പർ, ഏതായിരുന്നു, ആലപ്പുഴ പെപ്പർ അല്ലെ, ആലപ്പുഴ കാർഡമം. അപ്പൊ നമ്മൾ ചോദിച്ചു ആലപ്പുഴയിൽ കാർഡമം ഉണ്ടാവോ? ഉണ്ടാവത്തില്ല. ആലപ്പി കാർഡമം എന്ന് പറയുന്ന ഒരു GI ആണ്. പക്ഷെ അതിന് GI കിട്ടാനായിട്ടുള്ള റീസൺ, ആ പേര് വരാനായിട്ടുള്ള റീസൺ, ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഇടുക്കിയിലാണ്. പക്ഷേ ഇടുക്കിയോ വയനാടോ ആണ്, ഇടുക്കിയാണ്. പക്ഷേ പണ്ട് കാലത്ത് ഇതിന്റെ ട്രേഡ് നടന്നിരുന്നത് ആലപ്പുഴ ബേസ് ചെയ്തിട്ടാണ്. കാരണം മാത്രമല്ല ഈ കാർഡമത്തിന് അതിന്റെ കൃത്യമായിട്ടുള്ള മെഷർമെന്റ്സിന് ഇത്ര സൈസിലുള്ള കാർഡമം, ഈ വലിപ്പത്തില്, അതിനെയാണ് സാധാരണ ഇതിൽ ആലപ്പുഴ കാർഡമം, ആലപ്പി കാർഡമം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പൊ ഈ ട്രേഡിങ് നടന്നത് ആലപ്പുഴയിൽ ആയതുകൊണ്ടാണ്
ഇതിന് ആലപ്പി കാർഡമം എന്ന് പറയുന്നത്. അപ്പം മറ്റൊരാൾക്ക് ഒരിക്കലും ഒരു കാർഡമത്തെ ആലപ്പി കാർഡമം എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ചെയ്തിട്ട് വിൽക്കാനായിട്ട് കഴിയില്ല. അത് ഈ പറയുന്ന ഈ സ്പെസിഫിക്കേഷൻസ് ഉള്ള ആ പ്രോഡക്റ്റിന് മാത്രമേ, അല്ലെങ്കിൽ അവിടുന്ന് വിളയിക്കുന്ന ഐറ്റംസിന് മാത്രമേ അങ്ങനെ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇത്തരത്തിൽ ഇന്ത്യയിൽ ധാരാളമുണ്ട്. മൈസൂർ പാക്ക് അതിനൊരു ഉദാഹരണമാണ്. കാഞ്ചീപുരം സിൽക്ക്, ഇന്ന് പലരും അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്ന സാരിക്ക് കാഞ്ചീപുരം സിൽക്ക് എന്ന് പറയുന്ന പേര് വെച്ചിട്ട് വിൽക്കാറുണ്ട്. കാഞ്ചീപുരം സിൽക്ക് എന്ന് പറയുന്നത് കാഞ്ചീപുരത്തില് ആ നെയ്ത്ത് ഗ്രാമത്തില് ആ ടെക്നിക്ക് യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രൊഡക്ട്സിന് മാത്രമേ കാഞ്ചീപുരം സാരി എന്ന് പറയുന്ന ലേബിൾ അവർക്ക് വിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷെ കോഴിക്കോടൻ ഹൽവയുടെ കേസ് എടുക്കുന്ന സമയത്ത് കോഴിക്കോടൻ ഹൽവ ഒരു GI അല്ല, GI ടാഗ് ഇല്ല, ആ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേറ്റർ അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ പാലക്കാടാണെന്നുണ്ടെങ്കിലും ചെറിയ ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് കോഴിക്കോടൻ ഹൽവ എന്ന് പറഞ്ഞ ചെറിയൊരു വണ്ടിയിൽ സാധനങ്ങളൊക്കെ വിൽക്കാറുണ്ട്. പക്ഷെ അത് കോഴിക്കോടൊന്നും ആയിരിക്കത്തില്ല. എവിടെ പോയാലും തന്നെ കോഴിക്കോട് ഹൽവ കിട്ടുന്നതൊന്നും കോഴിക്കോട് ഹൽവയല്ലേ, ഏതെങ്കിലും ബംഗാളിൽ ഉണ്ടാക്കുന്ന ഹൽവ. സോ അത് ലീഗലി അത് ഓക്കെയാണ്, ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ GI ടാഗുള്ള ഉൽപ്പന്നങ്ങൾ ഇത്തരത്തിൽ വിറ്റ് കഴിഞ്ഞാൽ അത് നിയമലംഘനമാണ്, ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ GI നിയമലംഘനമാണ്. സോ ജീവൻ, ഇത്തരത്തില് ഇപ്പം ഒരു പ്രോഡക്റ്റ് ഇറക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ഒരു സ്ഥലവുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബ്രാൻഡിങ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം ചുമ്മാ ഈ പറയുന്ന പേരിനോടൊപ്പം ഈ സ്ഥലത്തിന്റെ പേരും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്താൽ മതിയോ, അതോ ഏതെല്ലാം മേഖലകളിലാണ് അവര് ഈ പറയുന്ന ഇതിന്റെ ഒരു ജിയോഗ്രാഫി കൊണ്ടുവരേണ്ടത്, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത്? ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പറഞ്ഞ പോലെ GI പ്രോഡക്ട്സ് കോപ്പി ചെയ്യാണ്ടിരിക്കുക, ഇതാണ് ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ട്, നമുക്ക് എല്ലാ പ്രോഡക്ട്സും ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നമ്മുടെ എന്താ പറയാ, എറണാകുളത്തെ ഗൂഗിൾ എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടി വർക്കൗട്ട് ആവില്ല. നമ്മുടെ പ്രോഡക്റ്റ് അനുസരിച്ചിരിക്കും. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ മുന്നേ ഒരു ബ്രാൻഡിങ് വർക്ക് ചെയ്ത് നമുക്കറിയാം, ഒരു ഹണിയായിരുന്നു, ഒരു വയനാടിലെ ഫോറസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു ഹണിയായിരുന്നു നമ്മൾ ആ പ്രൊഡക്റ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത, അതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബീസ് എന്നുള്ള ഹണിയാണ്. ചെതൽപ്പുറ്റുകളിലൊക്കെ ഉണ്ടാകുന്ന ലെവലിലുള്ള ഹണിയായിരുന്നു. അപ്പൊ നമുക്കത് വയനാടൻ ഫോറസ്റ്റ് നിന്നാണ് ഓർഗാനിക്കലി അവർ ശരിക്കും കളക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പേരൊക്കെ നമ്മൾ നിർമ്മിച്ച് ആ ലെവലിലൊരു ബ്രാൻഡിംഗ് ആണ് നമ്മൾ ചെയ്തത്. ഇത്തരത്തിൽ ഇത് മാച്ച് ചെയ്യണം, നമുക്ക് അതിന്റെ പുറകുള്ള ആ സ്റ്റോറി മാച്ച് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതിന്റെ പുറകുള്ള ഒരു ചരിത്രം കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞിട്ട് അടിപൊളിയായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ ചുമ്മാ ഒരു പിക്കിൾ എന്ന് പറഞ്ഞതിന് പകരം ട്രഡീഷണൽ പയ്യന്നൂർ മാംഗോ പിക്കിൾ, അപ്പം അതിനൊരു കുറച്ചും കൂടി ഒതന്റിസിറ്റി വന്നു. അപ്പം നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു പിക്കിൾ ഉണ്ടോ, ഇപ്പൊ പയ്യന്നൂരുള്ള ഒരാളാണ് ചെയ്യുന്നെങ്കിൽ അത് അതിന്റെ ചരിത്രം അന്വേഷിച്ചു പോയി ഇതിവിടെയാണ് ബ്രാൻഡിങ്ങിന്റെ ഒരു എസൻസ് വരുന്നത്. അപ്പൊ ഇത് ഫേക്ക് ചെയ്യാണ്ടിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ചുമ്മാ ഇപ്പൊ ഞാൻ കാഞ്ഞങ്ങാടൻ അല്ലെങ്കിൽ കാസർഗോഡൻ ഹണി അല്ലെങ്കിൽ കാസർഗോഡൻ ഇതെന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇറക്കുന്നതിനപ്പുറത്ത് അതിന്റെ ഒരു ചരിത്രം, നമ്മൾ ഒരു സ്റ്റോറി ടെല്ലിംഗ് അതിൽ കൊണ്ടുവരണം. ആ സ്റ്റോറി അതെ ഒതന്റിക് ആയിരിക്കണം. ഇത് മിക്കവാറും എല്ലാ സ്ഥലത്തും പക്ഷെ അത്ര ഒതന്റിക് ആയിട്ടുള്ള പല സാധനങ്ങളും നമ്മൾ തിരിച്ചറിയാണ്ട് പോകുന്നത്. അതിനെ തിരിച്ചറിഞ്ഞ് അതിന്റെ ചരിത്രവും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് അടിപൊളിയായിരിക്കും. ഇപ്പം മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ചുമ്മാ ഒരു കോഫി എന്ന് പറയുന്നത് വരെ ഇപ്പം നീലഗിരിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മലയിലെ കോഫി എന്ന് പറയുന്ന സമയത്തുള്ള നമുക്കൊരു കുറച്ചും കൂടി ഒതന്റിസിറ്റിയാണ് അതാണ് ചെയ്യുന്നെങ്കിൽ. ഇതിനകത്ത് എഗൈൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, FSI വരുത്തിയിട്ടുള്ള കുറെ മാറ്റങ്ങൾ കുറച്ചുകൂടി ശക്തമാകാൻ പോവാണ്. വിദേശ രാജ്യങ്ങൾ വളരെ ശക്തമാണ്, അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ക്ലെയിം ചെയ്യരുത് എന്നുള്ളത്. അപ്പം ഇപ്പോൾ 100% ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് മീൻസ് കെമിക്കൽ മിക്സ് ചെയ്തിട്ടുള്ളത് ഒരിക്കലും കൊടുക്കാനായിട്ട് കഴിയത്തില്ല. അത് കൊടുക്കുന്നത് നിയമലംഘനമാണ്. അപ്പം അത്തരത്തില് ഇല്ലാത്ത കാര്യങ്ങൾ ക്ലെയിം ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പൊ നമ്മള് വയനാടൻ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലെയിം ചെയ്യുന്നു, പക്ഷെ ഇത് ഉണ്ടാക്കുന്ന വേറെ സ്ഥലങ്ങളിലാണ്. അപ്പം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടിയാണത്. അപ്പം ഇത്തരത്തിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള രീതിയിലുള്ള മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ പിടിവീഴും. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പലപ്പോഴും ഇത് ഡയറക്റ്റ് പറയുന്നത് പറയാണ്ട് ഇതൊക്കെ കൺവേ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫുൾവേയുടെ കേസിൽ ഞാൻ അവരുടെ സൈറ്റ് നോക്കിയ സമയത്ത് എവിടെയും കോഴിക്കോട് ഹൽവ ഒന്നും കണ്ടില്ല. മേ ബി ഞാൻ സെർച്ച് ചെയ്തതിന്റെ പ്രശ്നമായിരിക്കും. പക്ഷെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ ബ്രാൻഡിൽ ഉപയോഗിക്കുന്ന ടൈപ്പോഗ്രഫി പലപ്പോഴും നമുക്ക് ഈ നൊസ്റ്റാൾജി കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെ ഒരു ലോക്കൽ സ്റ്റോറി, ഇപ്പൊ റീസെന്റ് നമ്മളൊരു ചിപ്സ് ബ്രാൻഡിന് വേണ്ടിയിട്ട് ചെയ്ത സമയത്ത് പുള്ളിയുടെ ഒരു സ്റ്റോറിയാണ് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് ആർക്കിടെക്ചർ, നമ്മൾ ആ സ്ഥലത്തെ ആർക്കിടെക്ചർ, പലപ്പോഴും ട്രഡീഷണൽ ആർക്കിടെക്ചർ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിസൈനിൽ കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ പലപ്പോഴും മാപ്സ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സ്. ഞാനൊരു ഐഡിയ പറയാം. അതായത് നമുക്ക് ഒരു തെങ്ങ് കൊണ്ടുവരാം, ആന കൊണ്ടുവരാം, ഹൗസ് ബോട്ട് കൊണ്ടുവരാം,
കഥകളിയുടെ രൂപം കൊണ്ടുവരാം. അതെ. ട്രഡീഷണൽ ആയില്ലേ? പലപ്പോഴും നമുക്ക് വന്നിട്ട് എൻക്വയറീസ് പലരും ഇത്തരത്തിൽ ചോദിക്കാറുണ്ട്, ട്രഡീഷണൽ ആക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള എലിമെന്റ്സ്. ശരിക്കും ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയില്ലേ? തീർച്ചയായും. ഇപ്പം നമ്മൾ ആപ്പിളിന്റെ എക്സാമ്പിൾ കുറെ പറഞ്ഞിട്ട്, ആപ്പിൾ കാലിഫോർണിയയിലാണ്. അപ്പൊ അവർ അതിനകത്ത് കാലിഫോർണിയയുടെ ഫ്ലാഗ് ഒന്നും വെച്ചിട്ട് ബ്രാൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അവർ ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എഴുതി വെക്കുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പലപ്പോഴും ഇത് ടിപ്പിക്കലി നമ്മൾ ചെയ്ത് കണ്ട് പരിചയമാണ്. കഥകളിയും പരിപാടിയും ഒക്കെ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടൈപ്പോഗ്രാഫിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഇപ്പം വന്നിട്ടുണ്ട്. ഒരുപാട് കസ്റ്റം ടൈപ്പോഗ്രഫി മലയാളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോക്കൽ സ്റ്റോറീസ്, അതുപോലെ തന്നെ അതിന്റെ ഇൻഗ്രീഡിയൻസോ മാപ്സോ പലപ്പോഴും കോർഡിനേറ്റ്സ് വരെ നമുക്ക് അതിനകത്ത് രസകരമായിട്ട് എംബഡഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഒരു എന്താ പറയാ, കേരള ബ്രാൻഡ്സിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലൊരു ട്രഡീഷണലി കണ്ടുവരുന്നതിന് അപ്പുറത്തേക്ക് നമുക്ക് ഇതെല്ലാം ജിയോഗ്രഫി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് ഇത് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊന്നും ഇല്ലാത്ത കാര്യം കണക്ട് ചെയ്യാണ്ടിരിക്കുക, ഒതന്റിക് ആണെങ്കിൽ മാത്രം ഇത് കണക്ട് ചെയ്യാന്നുള്ള ഒരു കാര്യം. എല്ലാ പ്രൊഡക്ട്സിനും ഇത് നമുക്കിപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ ഒരു ബ്രാൻഡ് എന്ന് പറയുന്ന റെപ്യൂട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരിക്കലും ഇത്തരത്തിലൊരു ഒരു നാടൻ ഫീൽ കൊണ്ടുവന്നു. ടെസ്ല കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞു അല്ല, പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ട് വേണം. ഞാൻ പറഞ്ഞ ഇപ്പൊ ഒരു ടെക് കമ്പനിയാന്ന് വിചാരിച്ചോ, നമുക്ക് കേരളത്തിലൊരു സ്ഥലമുണ്ട്, അത് ഭയങ്കര ടെക്നോളജിക്കലി ചരിത്രാതീത. ഇപ്പൊ നമ്മളെ നമുക്കറിയാം ഈ പണ്ട് മാത്തമാറ്റിക്സിൽ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് പണ്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പം നമ്മൾ പല മാത്തമാറ്റിക്സിൽ ഇൻവെൻഷനും പണ്ടേ കേരളത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അത് ചില ആൾക്കാരുണ്ട്, അദ്ദേഹത്തെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പൊ പഴയ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ഒരു ടെക് ബ്രാൻഡ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന ഒരു ബ്രാൻഡാന്ന് വിചാരിച്ചു. കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്ന ചരിത്ര കാലത്ത് അതിന്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ നാട്ടിൽ നിന്ന് ഒരാളൊരു ബ്രാൻഡ് തുടങ്ങുകയാണ്. അപ്പൊ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പൊ ഇത് കണക്ട് ചെയ്യാൻ പറ്റണം. ഇപ്പം ഗൂഗിൾ സിലിക്കൺ വാലിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാലിഫോർണിയയിൽ ആപ്പിൾ അവരുടെ ചരിത്രം അവിടെയാണ് ഉള്ളത്. അപ്പൊ അതുപോലെ നമ്മുടെ ചരിത്രം നമ്മളൊന്ന് അന്വേഷിച്ചാൽ പലപ്പോഴും ഇങ്ങനെ കുറെ സാധനങ്ങൾ കിട്ടും നമുക്ക്. അല്ല, അത് സ്റ്റോറി ബിൽഡിംഗ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാം കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുന്ന ഒരു കഥയായിരിക്കണം, ഒരു സ്റ്റോറി ആയിരിക്കണം. അല്ലാതെ നമ്മള് എന്തെങ്കിലും ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് കാര്യമില്ല. അത് ഇപ്പൊ ലോഗോയിലാണെങ്കിലും അല്ലെങ്കിൽ പാക്കിങ്ങിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റിനകത്താണെന്നുണ്ടെങ്കിലും കോണ്ടന്റിലാണെന്നുണ്ടെങ്കിലും പേരിലാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മീൻസ് അത് വെക്കണമല്ലോ എന്ന് ചോദിച്ച് വെച്ചിട്ട് കാര്യമില്ല. അതെല്ലാം കണക്ട് ചെയ്യുന്ന എലമെന്റ്സ് നമുക്ക് ആവശ്യം. നമ്മൾ ഇന്ന് പറഞ്ഞ മൊത്തം ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ നാടിന്, നമ്മുടെ ഹോം ടൗണിന് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ഇഗ്നോർ ചെയ്യണ്ട. അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം. പക്ഷേ ആ അഡ്വാൻറ്റേജിനെ നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. അതിനോട് നമ്മൾ ആ റെപ്യൂട്ടേഷൻ കൂട്ടുകയാണ് വേണ്ടത്. ഇപ്പൊ നമ്മൾ സോഹോ നമുക്ക് വലിയൊരു എക്സാമ്പിൾ ആണ്. തമിഴ്നാട്ടിലെ ആ ഗ്രാമത്തിൽ അതിന് ഇത് ഓഫീസൊക്കെ വെച്ചിട്ട് ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ട്. അത് ആ നാടിനെ അപ്ലിഫ്റ്റ് ചെയ്തത്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ മോശം കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവസാനം ഈ കമ്പനിയും ഇന്ന നാട്ടിലെ കമ്പനിയാന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും അത് അവസാനം എത്തിച്ചേരും. അപ്പൊ അത് ഒഴിവാക്കാന്നുള്ളതിനകത്ത് ഏറ്റവും വലിയ കാര്യം. സോ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. കുറെ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ എങ്ങനെ ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യാന്നുള്ള വിഷയമായിട്ട് നമുക്ക് ഇനിയും വിഷയങ്ങളായിട്ട് വരാം. അതുവരെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. റൈറ്റ്.